നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ സുലഭമായി കണ്ടുവരുന്ന ഒരിനം പഴവർഗ്ഗമാണ് ചാമ്പയ്ക്ക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചാമ്പങ്ങ വീട്ടുമുറ്റത്ത് നിറയെ കാച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ജലാംശം കൂടുതലുള്ള ചാമ്പങ്ങ ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു പഴവർഗ്ഗമാണ് ചാമ്പങ്ങ. അതോടൊപ്പം തന്നെ പ്രമേഹ രോഗികൾക്കും ചാമ്പങ്ങ നല്ലൊരു പ്രത്യേക പരിചരണമൊന്നും വേണ്ടാത്ത ചാമ്പങ്ങ ജലാംശമുള്ള മണ്ണാണെങ്കിൽ നിറയെ ഉണ്ടാവും ചാമ്പങ്ങ. ചാമ്പങ്ങ ഇനങ്ങളിൽ നിരവധി വെറൈറ്റികളുണ്ട്. അതിൽ മൈസൂർ ചാമ്പങ്ങ, ഹൈബ്രിഡ് ചാമ്പ തുടങ്ങിയ നിരവധി ഇനങ്ങൾ ഇന്ന് നമ്മുടെ അടുത്തുള്ള ഗാർഡനുകളിൽ ലഭ്യമാണ്. ഇവയ്ക്ക് കായ്ക്കുവാൻ കുറച്ച് കാലയളവ് മതി. നാടൻ ചാമ്പങ്ങളാണെങ്കിൽ ഒത്തിരി സമയതാമസം എടുക്കും ഈ കാച്ചു വരാനായിട്ട്. അതുപോലെ നിരവധി ഇനങ്ങൾ നമ്മുടെ അടുത്തുള്ള ഗാർഡനുകളിൽ ഉണ്ട്. ചാമ്പങ്ങ മൂത്ത് പഴുത്ത് വരുന്ന സമയങ്ങളിൽ ഇവയുടെ നിറം റോസ് നിറത്തിലാവുന്നു. ഈ കാലയളവിലാണ് ചാമ്പങ്ങ ഫലം പറിക്കാൻ ആവുന്നത്. ഈ കാലങ്ങളിൽ ചാമ്പങ്ങ നല്ല ചുമന്ന നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. ഇതാണ് ഈ ഫലം ചാമ്പങ്ങ മൂപ്പായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിചരണമൊന്നുമില്ലാതെ വളരുന്ന ചാമ്പങ്ങ അതീവ രുചികരമാണ്. ഇവയെ കൊണ്ട് അച്ചാറുകളും മറ്റ് സ്ക്വാഷുകളും ഉണ്ടാക്കാൻ സാധിക്കും. ഇവയ്ക്ക് പ്രത്യേക പരിചരണമൊന്നും വേണ്ട, പ്രത്യേക പരിചരണമൊന്നും വേണ്ട. നാടൻ ചാമ്പങ്ങൾ വളരെ ജലാംശമുള്ള മണ്ണിലാണെങ്കിൽ നന്നായി വളരുകയും അതുപോലെ നന്നായി കാച്ച് ഫലം ഉണ്ടാവുകയും ചെയ്യും. ജലാംശം കൂടുതലുള്ള ചാമ്പങ്ങ ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും, കാരണം ഇത് പറിച്ചു വെച്ച് ഫ്രിഡ്ജിൽ ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ 1-2 ദിവസം നമുക്ക് ഈ ചാമ്പങ്ങ കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാം. കാരണം ഇതിൽ നിറയെ ജലാംശമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് സൂക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമാണ്. ചുവപ്പ് നിറത്തിലുള്ള ചാമ്പങ്ങയ്ക്ക് ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും. മൂത്ത് പഴുത്തതിന് ചെറിയൊരു പുളിപ്പും മധുരവും കൂടെ ചേർന്ന രുചിയായിരിക്കും. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫലവൃക്ഷമാണ് ചാമ്പ. ഈ പുളിയും ചെറിയ മധുരവും കൂടി വരുന്നതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റുകളാണ് ഉള്ളത്. ചുമന്ന് തുടുത്ത ചാമ്പങ്ങ കുറച്ച് ഉപ്പും മുളകും ചേർത്ത് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ നാടുകളിൽ ഹൈബ്രിഡ് ചാമ്പകളും ചാമ്പത്തൈകളും സുലഭമായിട്ട് നമ്മുടെ ഗാർഡനുകളിൽ ലഭിക്കും. ഇവയെല്ലാം പെട്ടെന്ന് കായ്ഫലം തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.